പ്രാവിൻകൂടി ഷാപ്പ് ഈ മാസം ജനുവരി മാസത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന സിനിമയായിരുന്നു. അതിന്ന് തിയേറ്ററുകളിലെത്തി. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് പടം കയറി കണ്ടിട്ടുണ്ടായിരുന്നു. ശ്രീരാജ് ശ്രീനിവാസനാണ് ചിത്രം സംവിധാനം ചെയ്തിട്ടുള്ളത്. പുതിയ സംവിധായകനാണ്. പക്ഷെ പുള്ളിയുടെ ഒരു ഷോർട്ട് ഫിലിമിനെ പറ്റി ഭയങ്കര അഭിപ്രായമുണ്ട്. ഞാൻ ആ ഷോർട്ട് ഫിലിം ഞാൻ കണ്ടിട്ടില്ല. അത്യാവശ്യം അഭിപ്രായമുണ്ട് ഒരു ഷോർട്ട് ഫിലിം പുള്ളി ചെയ്തത്. സിനിമ ഫസ്റ്റ് സിനിമയാണ് പ്രാവിൻകൂടി ഷാപ്പ്. അതുപോലെ തന്നെ അൻവർ റഷീദ്, പ്രൊഡ്യൂസർ അൻവർ റഷീദാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സിനിമയ്ക്ക് ഇത്രയും കാത്തിരിക്കാൻ കാരണം. അൻവർ റഷീദ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പടം അതായിരുന്നു എനിക്ക് ഈ സിനിമയിലെ ഏറ്റവും വലിയ പ്രതീക്ഷ അതായിരുന്നു. അൻവർ റഷീദ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പടം. പിന്നെ DOP ഷൈജു ഖാലിദ്, പുള്ളിയുടെ വർക്ക് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. കാരണം ഇതിനങ്ങനത്തെ ഒരു ഷാപ്പൊക്കെ സെറ്റിട്ട് അങ്ങനൊരു ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഈ പടത്തിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ DOP പുള്ളി അതിനനുസരിച്ച് നന്നായി ചെയ്തിട്ടുണ്ട്. വിഷ്ണു വിജയ് മ്യൂസിക്, പുള്ളിയുടെ വർക്ക് എനിക്ക് അത്ര കുഴപ്പമില്ലാന്ന് തോന്നിയിട്ടുള്ളൂ. കാരണം വിഷ്ണു വിജയ് മ്യൂസിക് എന്ന് പറയുമ്പോൾ പുള്ളി ഇതിനു മുമ്പ് ചെയ്തു വെച്ച വർക്കുകളൊക്കെ നമുക്കറിയാം. പുള്ളി ഭയങ്കര ഇതായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. കാരണം പുള്ളിയുടെ വർക്കുകൾ കൊണ്ട് മാത്രം പിടിച്ചു നിന്ന സിനിമകളുണ്ട്. നമ്മുടെ സുലേഖ മനസ്സിൽ എന്ന് പറഞ്ഞ സിനിമയൊക്കെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാനായിട്ടുള്ള മെയിൻ കാരണം പുള്ളിയുടെ വർക്കാണ്. വിഷ്ണു വിജയ് മ്യൂസിക്കിൻ്റെ ആയിരുന്നു. അതിൽ പാട്ടുകളും സ്കോറുകളൊക്കെ, അതുപോലെ തന്നെ ഒരുപാട് സിനിമകളൊക്കെ, തല്ലുമാല, പ്രേമിൽ, അങ്ങനെ പുള്ളിയുടെ വർക്ക്. പക്ഷെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ സിനിമയിലെ പുള്ളിയുടെ വർക്ക് എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല. എങ്കിലും ചില ഏരിയകളിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ സിനിമയിലോട്ട് കിടക്കുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി ഒരു രീതിയിലും തൃപ്തി തരാത്ത ഒരു പടം അതായിരുന്നു പ്രാവിൻകൂടി ഷാപ്പ്. 2.5 മണിക്കൂറാണ് സിനിമ. പക്ഷേ ഈ 2.5 മണിക്കൂറും നമുക്കൊന്നും തോന്നാത്ത ഒരു പടം. ഇതൊരു ക്രൈമും പരിപാടികളൊക്കെയാണ്. ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു ഇത് തോന്നി, ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ത്രില്ലർ ഒരു സാധനം കിട്ടി. പക്ഷെ അത് സിനിമയിലോട്ട് വരുമ്പോൾ നമുക്ക് അങ്ങനെ ഒന്നും തോന്നുന്നില്ല. എനിക്ക് അതാണ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തുടക്കം തൊട്ടേ ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു സീനുണ്ട്, ഒരു ഇൻസിഡൻറ്റ് നടക്കണ അവിടെ വരുന്ന അത് നല്ല സീനായിരുന്നു. സ്റ്റാർട്ടിങ് പടം തുടങ്ങുമ്പോൾ തന്നെ ഒരു സീൻ, ഒരാൾ മരിക്കണു, അതിനൊരു സ്കോർ വരുമ്പോൾ ഒരു പഴയൊരു പാട്ട്, പണ്ടത്തെ പാട്ടുകൾ ഇങ്ങനെ ഒരു FM-ലൊക്കെ വെച്ച പോലെ ഒരു സാധനം കയറി വരണതൊക്കെ അതൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഒരു ബേസിലൊക്കെ വന്ന് പിന്നെ ബേസിൽ പുള്ളി തൃശ്ശൂർ സ്ലാങ്ങാണ് പിടിച്ചിരിക്കുന്നത്. ഇത് തൃശ്ശൂർ നടക്കുന്ന കഥയാണ്. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ സ്ലാങ്ങിന് പുള്ളി സംസാരിക്കണം. ബേസിൽ എനിക്ക് എന്തോ അത്ര പുള്ളിയുടെ തൃശ്ശൂർ ആ ഒരു സാധനം എനിക്ക് അത്ര താല്പര്യമായില്ല. പിന്നെ നമ്മളൊക്കെ ആദ്യമായിട്ടാണ് ഒരു ബേസിൽ ഒരു സ്ലാങ് മാറ്റി സംസാരിക്കുന്നത്. ഞാൻ അങ്ങനെ മറ്റു പടങ്ങളിലൊന്നും അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. മറ്റേ ഏതൊരു പടത്തിൽ കണ്ണൂർ ആ ഏരിയ പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു പുള്ളി. അതാന്ന് തോന്നുന്നു ആകെ ഒന്ന് മാറ്റി പിടിച്ചു. ഇതിൽ തൃശ്ശൂർ സ്ലാങ്ങിലാണ് സംസാരിച്ചേക്ക് അതൊന്നും അത്ര താല്പര്യമായില്ല. എങ്കിലും പുള്ളി പുള്ളിക്ക് പറ്റുന്ന രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. പറ്റാവുന്ന രീതിയിൽ പുള്ളി അത് എടുക്കാൻ നോക്കി, തൃശ്ശൂർ സ്ലാങ് പിടിക്കാൻ നോക്കിയിട്ടുണ്ട്. അത്ര മോശമായില്ല, എന്നാൽ അത്ര രസമായിട്ടും തോന്നിയില്ല. പിന്നെ നമ്മുടെ സൗബിൻ അറിയാലോ, സൗബിനൊക്കെ പിന്നെ എന്ത് തൃശ്ശൂർ, ഉമ്മക്ക് കൊച്ചി ഭാഷ എന്താണ് സാറേ, ആ ഒരു സാധനമാണ്. സൗബിനിക്ക തൃശ്ശൂർ നടക്കുന്ന പടമാണ്. പക്ഷെ സൗബിനിക്ക കൊച്ചി ഭാഷ തന്നെയാണ് സംസാരിക്കുന്നത്. ഓക്കെ, പുള്ളിയുടെ ആ ഒരു ഇതങ്ങനെയാണ്. പിന്നെ മൊത്തത്തിൽ ക്യാരക്ടേഴ്സ് ഇതിൽ കാസ്റ്റ് വരുന്നത് നമ്മുടെ ബേസിൽ നായകൻ, പിന്നെ സൗബിൻ, ചെമ്പൻ വിനോദ്, അങ്ങനെയൊക്കെയാണ് പടത്തിൻ്റെ ഒരു കാസ്റ്റും പരിപാടികളൊക്കെ. എനിക്ക് മൊത്തത്തിൽ എന്തോ ഒട്ടും വർക്കാവാത്ത ഒരു സിനിമയായിരുന്നു പ്രാവിൻകൂടി ഷാപ്പ്. സ്റ്റോറി എന്ന് പറയുന്നത് നമുക്ക് ഈ ട്രെയിലറിൽ കണ്ട പോലെ തന്നെ ഷാപ്പിൽ വെച്ച് നടക്കുന്ന ഒരു കൊലപാതകം, അതിനെ പറ്റിയുള്ള അന്വേഷണങ്ങൾ കാര്യങ്ങളൊക്കെ തന്നെയാണ് സിനിമയിലെ ഒരു ഇതൊക്കെ. പക്ഷേ നമ്മളൊരു രീതിയിലും പിടിച്ചെടുത്താൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരാൾ മരിക്കണു, നമ്മൾ ഓക്കെ മരിച്ചു, പിന്നീട് അതിനെ പറ്റിയുള്ള അന്വേഷണം കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു ത്രില്ലോ ഒരു ഇൻട്രസ്റ്റോ കാര്യങ്ങളോ ഒന്നും എനിക്ക് തോന്നിയില്ല. മൊത്തത്തിൽ എനിക്കൊരു ഒന്നും തോന്നാത്തൊരു നിർവികാര പടം എന്നൊക്കെ പറയണ പോലത്തെ ഒരു ഫീലായിരുന്നു പ്രാവിൻകൂടി ഷാപ്പ്. എന്തായാലും എനിക്ക് തീർത്തും നിരാശ തന്നെയായിരുന്നു സിനിമ ഇഷ്ടപ്പെട്ടവരുണ്ടാവുമായിരിക്കും. പക്ഷേ എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണിത്. കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കണ്ടു നോക്കിക്കോളൂ. എനിക്കെന്തോ പടം അത്രയ്ക്ക് അങ്ങോട്ട് വർക്കായില്ല. ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ കണ്ടു നോക്കിക്കോ.